ലോകം ഭീതിയിലാണ്ട അടച്ചുപൂട്ടപ്പെട്ട കോവിഡ് കാലം അത്ര വേഗം മറക്കാനാവില്ല. കൂട്ടത്തോടെ മൃതദേഹങ്ങൾ സംസ്കരിച്ച കാലം, നദികളിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിയ സാഹചര്യങ്ങൾ വരെ നമ്മുടെ രാജ്യത്തുണ്ടായി. തുടക്കത്തിൽ കോവിഡ് വ്യാധിക്ക് മരുന്നുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കോവാക്സിനും കോവിഷീൽഡും വന്നതോടെ മരണം നിയന്ത്രിക്കുന്നതിനുള്ള ഏക ആശ്രയമായി ജനങ്ങൾ അതിനെ കണ്ടു. ജനങ്ങളുടെ ആശങ്കകൾ ഏറെക്കുറെ വാക്സിനുകൾക്ക് നികത്താനായി. എന്നാൽ കോവിഡ് വാക്സിനുകളുടെ ഉത്ഭവ സമയത്ത് തന്നെ വാക്സിൻ എടുത്താൽ 2 വർഷത്തിനുള്ളിൽ മരണമെന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ വരെ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കോവിഡ്-19 വാക്സിനായ കോവിഷീൽഡ് ആഗോളതലത്തിൽ പിൻവലിച്ചതായി നിർമ്മാതാക്കളായ ആസ്ട്രാസെനെക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വാക്സിൻ കുത്തിവെച്ചത് മൂലം പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നുവെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് കമ്പനിയുടെ ഈ നീക്കം. എന്നാൽ വാണിജ്യപരമായ കാരണങ്ങളാണ് തീരുമാനത്തിന് പിന്നിലെന്ന് കമ്പനി അറിയിച്ചതായി ദി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. കോവിഡ് വാക്സിനുകളുടെ ലഭ്യത കൂടുതലാണെന്നും വകഭേദങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള നവീകരിച്ച വാക്സിനുകൾ കോവിഷീൽഡിനെ അപ്രസക്തമാക്കിയെന്നും കമ്പനി വിശദീകരിക്കുന്നു. ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിലും യൂറോപ്പിൽ വാക്സെവ്രിയ എന്ന ബ്രാൻഡ് നാമങ്ങളിലും ഉപയോഗിച്ച വാക്സിന്റെ നിർമ്മാണവും വിതരണവും ഇനിയുണ്ടാകില്ല. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്ന് ആസ്ട്രാസെനെക്ക വികസിപ്പിച്ച വാക്സിൻ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് കോവിഷീൽഡ് എന്ന പേരിൽ നിർമ്മിച്ചത്. കോവിഷീൽഡ് വാക്സിൻ അപൂർവ സാഹചര്യങ്ങളിൽ രക്തം കട്ടപിടിക്കുന്നതിനും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതിനും കാരണമാകുമെന്ന് അടുത്തിടെ UK ഹൈക്കോടതിയിൽ കമ്പനി അറിയിച്ചിരുന്നു. ആസ്ട്രാസെനെക്കയ്ക്കെതിരെ നിരവധി കുടുംബങ്ങൾ പരാതിയുമായി എത്തിയതോടെയാണ് പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് കമ്പനി കോടതിയിൽ സമ്മതിച്ചത്. വാക്സിൻ സ്വീകരിച്ചതിനു ശേഷം മസ്തിഷ്കത്തിന് സ്ഥിരമായി തകരാറുണ്ടായി എന്ന് പറഞ്ഞ് 2021 ജെയ്മി സ്കോട്ട് എന്നയാളാണ് കേസിന് തുടക്കമിട്ടത്. സുരക്ഷാ ആശങ്കയെ തുടർന്ന് ആസ്ട്രാസെനെക്ക ഓക്സ്ഫോർഡ് വാക്സിന്റെ ഉപയോഗം ബ്രിട്ടൻ അവസാനിപ്പിച്ചിരുന്നു. ലോകത്താകെ കോവിഡ് അവസാനിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതിൽ അഭിമാനിക്കുന്നതായി അറിയിച്ചാണ് ആസ്ട്രാസെനെക്ക വാക്സിൻ പിൻവലിക്കുന്നത്. കണക്കുകൾ പ്രകാരം 6 ദശലക്ഷത്തിലധികം ജീവൻ രക്ഷിക്കപ്പെട്ടു. കൂടാതെ 3 ബില്യൺ ഡോസുകൾ ആഗോളതലത്തിൽ വിതരണം ചെയ്തു. ഇന്ത്യയിൽ 220 കോടിയിലധികം വാക്സിനുകൾ നൽകപ്പെട്ടെന്നും ഞങ്ങളുടെ ശ്രമം ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും കമ്പനി പറയുന്നു.